എന്റെ കയ്യിലുള്ളത്, മറ്റൊരു അൽമനാറാണ് എന്റെ കയ്യിലുള്ളത്. എന്താണ് ഈ അൽമനാറിൽ പറയുന്നത്? ഹെഡിങ് തന്നെ സാധാരണ മനുഷ്യൻ എന്നാണ്. എന്നിട്ട് നോക്കിക്കോളൂ, മനുഷ്യ സഹജീവിയ മനുഷ്യ സഹജമായ വിശപ്പ്, ദാഹം, വേദന, മുഖം, സന്തോഷം എന്നിവ, ദുഃഖം, സന്തോഷം എന്നിവ അനുഭവിക്കുന്ന, അന്യന്റെ മനസ്സിലുള്ളത് അറിയാൻ കഴിയാത്ത, നോക്കാൻ കഴിയാത്ത, നോക്കത്താ ദൂരത്തെ സ്ഥലത്തുള്ളത് കാണാൻ കഴിയാത്ത, അദൃശ്യജ്ഞാനമില്ലാത്ത ഒരു ശുദ്ധ മനുഷ്യനാകുന്നു. ഇങ്ങനെയാണോ മുജാഹിദേ? ശുദ്ധ മനുഷ്യൻ എന്നത് മാത്രമല്ല നിങ്ങൾ പറഞ്ഞത്, അറിഞ്ഞതറിയില്ല, അവിടത്തേക്ക് മനസ്സിലുള്ളത് അറിയില്ല. എത്ര വിഡ്ഢിത്തമാണിത്! ഈസാ നബി അലൈഹിസ്സലാമിന്റെ മുകളിലുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. എന്താ ഈസാ നബി അലൈഹിസ്സലാമിനെ പറ്റി പോലും അല്ലാഹു പറഞ്ഞത്? എന്താണ്? ഇന്നി അഅലമു എന്ന് പറഞ്ഞ് സൂറത്തു ആൽ ഇംറാനിൽ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്നി ഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. അതേ, നിങ്ങളെ വയറ്റിൽ നിങ്ങൾ വിശപ്പിന് വേണ്ടി കഴിച്ച ഭക്ഷണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളെ വീട്ടിൽ സൂക്ഷിച്ച സ്വകാര്യ സാധനം ഞാൻ പറഞ്ഞു തരാം. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ വയറാകമെന്നോവർ. ഈസാ അലൈഹിസ്സലാമിന്റെ മാലയാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് സ്വഹാബത്ത് പറഞ്ഞത് കേട്ടോ, വഫീനാ നബിയുൻ യഅലമു മാ ഫീ വദീ. മറഞ്ഞതറിയുന്ന നേതാവ്, വരാൻ പോകുന്നതറിയുന്ന നേതാവ്, സാധാരണ കണ്ണിനപ്പുറം കാഴ്ചയുള്ള നേതാവ്, സാധാരണ കേൾവിക്കപ്പുറം കേൾവിയുള്ള നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകത. എന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ പ്രത്യേകത അല്ല. പിന്നെ മുജാഹിദ് മൗലവിന്റെ വല്ലിമാക്കുണ്ട് ഈ പ്രത്യേകത. ഏത് പ്രത്യേകത? ഗൾഫിലുള്ള മകന്റെ ആക്സിഡന്റ് മൊബൈലും അതുപോലെ മറ്റു വിവരങ്ങളൊന്നുമില്ലാത്ത മുജാഹിദ് മൗലവിന്റെ വല്ലിമ മകന് ആക്സിഡന്റ് പറ്റിയത് വീട്ടിലിരുന്ന് പറയാണ്. മുജാഹിദ് മൗലവി പറയണ കേട്ടോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ അങ്ങനെ മറഞ്ഞതറിയാനുള്ള ഒരു കഴിവില്ല. മുജാഹിദ് വാറോല. ചിലത് അള്ളാഹു നമുക്ക് പ്രായം ചെന്നവർക്കൊക്കെ അറിയിച്ചു കൊടുക്കും. അതെന്താ അറിയോ? എന്താ? ഒരാദരവാ, ഒരു ബഹുമാനമാണ്. അത് നമ്മളെ കാര്യം നേടാനല്ല. ചിലപ്പോ കണ്ടില്ലേ ഉമ്മ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കണേ, എന്താ ഉമ്മ നിങ്ങള് 3 മണിക്ക് എഴുന്നേറ്റിരിക്കണേ? ഒന്നുമില്ല. എന്തേ? ഒന്നുമില്ല, ഒരു ക്ഷീണം പോലെ. നമ്മളെ മക്കളൊക്കെ അല്ലേ ഇവിടെ, എല്ലാരും ഉണ്ടുമ്മ അവിടെ. പിന്നെന്തേ? ഒന്നുമില്ല. നമ്മൾ ആർക്കെങ്കിലും എന്തോ പറ്റിയണോ? ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയണോ? അല്ല അമ്മ നിങ്ങൾ കടന്നോളിമ്മ, കുറച്ച് കഴിഞ്ഞാൽ ഒരു ഫോൺ വരും, റിയാദിലുള്ള 2ാമത്തെ മകൻ അപകടം പറ്റിയിട്ടുണ്ടെന്നൊരു വിവരമുണ്ട്. ഒന്നുമില്ല. അള്ളാഹുവിന്റെ ഒരു ആദരവാ, ബഹുമാന. 5 നേരം നിസ്കരിച്ചണേ, ആളുകളെ പൈസ തിന്നാത്ത മഞ്ഞയായിട്ട് ജീവിക്കുന്ന ഒരു ഉമ്മാക്ക് അള്ളാന്റെ ആദരവ് കൊടുക്കണം. അതേ മൗലവിയുടെ വല്ലിമ്മ 5 വഖത്ത് നിസ്കരിച്ചപ്പോഴേക്ക് ഗൾഫിലുള്ള കാര്യം മൗലിമ്മക്ക് ആദരവിന്റെ പേരിൽ അള്ളാഹ് അറിയിച്ചു കൊടുത്തു പോൽ. അള്ളാന്റെ ഹബീബ് 5 വഖത്തിൽ നിർത്തിയിട്ടില്ല, റവാത്തിബിൽ നിർത്തിയിട്ടില്ല. പകലന്തിയോളവും രാവും പകലും നിസ്കരിച്ച നേതാവാണ്. നിസ്കരിച്ച് കാൽപാദങ്ങളിൽ നീര് വന്ന് വീർത്തപ്പോ എന്തിനാ ഹബീബേ ഈ സാഹസമെന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചില്ലയോ? എന്നിട്ട് അഫലാകൂന അബ്ദൻ ശകൂറാ, റബ്ബിന്റെ നന്ദിക്ക് ഇനിയും ഞാൻ നിസ്കരിക്കേണ്ടതുണ്ട് ആയിഷ. ഇങ്ങനെയുള്ള ഒരു പ്രവാചകന് അള്ളാഹ് മറഞ്ഞത് ആദരവിന്റെ പേരിൽ അറിയിച്ചു കൊടുക്കണമെങ്കിൽ അതിന് മുജാഹിദ് ഓഫീസിൽ നിന്ന് സമ്മതം വേണോ മൗലവി? 5 വഖത്ത് നിസ്കരിച്ചപ്പോഴേക്ക് മൗലവിയുടെ ഉണക്കവല്ലിമാക്ക് മറഞ്ഞതറിഞ്ഞു എന്നല്ലേ സമുദായത്തെ പഠിപ്പിക്കുന്നത്? ഇത് മതമാണോ മുജാഹിദേ? ഇനി ഔലിയാക്കൾക്ക് മറഞ്ഞതറിയുമെന്ന് പറഞ്ഞാലോ? കേട്ടോ നിങ്ങൾ, എന്താ ഔലിയാക്കളുടെ പ്രത്യേകത? ഒരു കാലിൽ നിന്നിട്ടോ ഒരു കഹത്തം തീർത്തോവർ. ശൈഖ് ജീലാനി 5 വഖത്തിൽ നിർത്തിയിട്ടില്ല, സുന്നത്തിൽ നിർത്തിയിട്ടില്ല. വമാ ഖലഖ്ന, നിങ്ങളെ നമ്മൾ ഇബാദത്തിനാണ് പഠിച്ചത് എന്ന ആശയം അന്വർത്ഥമാക്കി ഇരുന്ന് ഖുർആൻ ഓതി ഉറക്കം വന്നപ്പോ എഴുന്നേറ്റ് ഓതിയില്ലേ? എഴുന്നേറ്റ് ഓതിയപ്പോ ഉറക്കം വന്നപ്പോ
ഒരു കാൽ ഉയർത്തി വെച്ചോതി ഒരു ഖത്മ പൂർത്തിയാക്കിയില്ലേ? ഇങ്ങനത്തെ ഔലിയാക്കളുടെ നേതാവായ ശൈഖ് ജീലാനിക്ക് മറഞ്ഞതറിയിച്ചു കൊടുക്കാൻ അള്ളാഹ്ക്ക് മുജാഹിദ് ഓഫീസിലെ സമ്മതം വേണോ? സഹോദരന്മാരെ, നിങ്ങൾക്ക് മുഹമ്മദുർ റസൂലുള്ള വിശ്വസിക്കാൻ മുജാഹിദിന് കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ ചെയ്തിട്ട് ഒരു മുജാഹിദ് മൗലവി പറയുന്ന എന്താ അറിയോ? അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച് ഡാഷ് മുന്നോട്ട് എന്ന് പറഞ്ഞ മാതിരി ഇതൊക്കെ ചെയ്തിട്ട് നമ്മളെ ഷാർജ മൗലവി പറയുന്ന എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് ചെയ്തു എന്ന് മുജാഹിദ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന് മുജാഹിദ് പറഞ്ഞു. അങ്ങനെ മുജാഹിദ് പറഞ്ഞിട്ടില്ല. ശുദ്ധകളവ്. നോക്കൂ നിങ്ങൾ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഞങ്ങൾ സാധാരണക്കാരനാക്കി പാപിയാക്കുന്നു എന്നാണ് പറയുന്നത്. നബി തങ്ങളതാ വമ്പിച്ച തെറ്റ് ചെയ്യുന്ന നേതാവാണ് പോലും. നബിയെ നിന്ദിക്കലാണത്രേ മുജാഹിദുകളുടെ പരിപാടി. ഓ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിച്ചത് ഞങ്ങളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിച്ചത് നിങ്ങളാണ്. ആണായി പിറന്നൊരു മൗലവിയെ മുമ്പിൽ കിട്ടിയാൽ ഞാൻ പച്ചയായി അത് ബോധ്യപ്പെടുത്തി തരാം. നിങ്ങളെ കൂട്ടത്തിൽ ആണുങ്ങളുണ്ടോ? നിങ്ങളെ കൂട്ടത്തിൽ തന്റെ ഇടമുള്ളവരുണ്ടോ? നിങ്ങളെ കൂട്ടത്തിൽ ബുദ്ധിയുള്ളവരുണ്ടോ? മുജാഹിദേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ലേ? ഒരു സാധാരണ മനുഷ്യന് സംഭവിക്കാവുന്ന അബദ്ധങ്ങളെല്ലാം അള്ളാന്റെ ഹബീബിന് സംഭവിച്ചു എന്ന് നിങ്ങൾ അൽമനാറിൽ എഴുതിയിട്ടില്ലേ? എന്നാൽ ഒരു അബദ്ധമല്ല സഹോദരന്മാരെ. നിങ്ങൾ നോക്കിയത് കേരളത്തിൽ ഏറ്റവും വലിയ മുജാഹിദ് മൗലവി വെളിയങ്കോട്ട് ഉമർ മൗലവി എഴുതിയ സെൽസബീൽ എന്ന് പറയുന്ന മാസികയാണ് എന്റെ കയ്യിലുള്ളത്. മുജാഹിദേ, നിങ്ങൾ അള്ളാന്റെ ഹബീബിന് തെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലേ? അബദ്ധം ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലേ? കേട്ടോ, എന്താണ് ഇതിൽ പറയുന്നത്? അള്ളാന്റെ ഹബീബ് ഉൾപ്പെടെയുള്ള എല്ലാ നബിമാരും അള്ളാനെ അനുസരിക്കുന്നിടത്ത് അബദ്ധവും വീഴ്ചയും ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞതിനു ശേഷം മൗലവി പറയുന്നത് കേട്ടോ, അള്ളാന്റെ ഹബീബ് ഒരു ദിവസം നേരം പുലർന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് 100 തെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞതാ വെളിയങ്കോട് മൗലവിയുടെ സെൽസബീൽ എന്ന് പറയുന്ന മാസികയിലില്ലേ? തോന്നിവാസം പറയല്ല മുജാഹിദേ. അങ്ങാടിയിൽ വന്ന് സാധാരണക്കാരെ വഞ്ചിക്കല്ലേ മുജാഹിദേ. സാധാരണ മുജാഹിദീങ്ങളെ, നിങ്ങളുടെ പൂർവീകർ എഴുതി വെച്ച വാറോലയാണ് എന്റെ കയ്യിൽ. ഒരു തെറ്റല്ല 100 തെറ്റ് ചെയ്യുമെന്ന് പറയുന്ന ധിക്കാരം ആരെക്കുറിച്ച് പറഞ്ഞതാ? മുഹമ്മദുർ റസൂലുള്ളാഹ്. വമാ യംലികു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. അള്ളാന്റെ തീരുമാനത്തിലല്ലാതെ ആ നേതാവ് സംസാരിച്ചിട്ടില്ല. അള്ളാന്റെ തീരുമാനത്തിലല്ലാതെ ആ നേതാവ് പ്രവർത്തിച്ചിട്ടില്ല. അള്ളാന്റെ തീരുമാനത്താലല്ലാതെ ആ നേതാവ് ചലിക്കുകയോ നിശ്ചലിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത്, മകാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുൽ ഖിയറാ. അല്ലാഹു ഒരു തീരുമാനം പറഞ്ഞാൽ, അള്ളാന്റെ ഹബീബ് ഒരു തീരുമാനം പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യേണ്ടതില്ല. അത് മതമാണ് കേട്ടോ. കാരണം അള്ളാന്റെ ഹബീബ് തെറ്റ് ചെയ്യൂല, അള്ളാന്റെ ഹബീബ് അബദ്ധം ചെയ്യൂല. അന്ധമായി അള്ളാന്റെ ഹബീബിനെ വിശ്വസിച്ചോ? ഈ വിശ്വാസത്തെയല്ലേ നിങ്ങൾ അന്ധവിശ്വാസം എന്ന് പറയുന്നത്? ആ അന്ധവിശ്വാസത്തിനെതിരെയല്ലേ നിങ്ങൾ ജനമുന്നേറ്റം ഉണ്ടാക്കുന്നത്? നിങ്ങൾ ഇബ്ലീസ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പിശാചുക്കളെ കൊണ്ടുവന്നാലും ഞങ്ങൾ അള്ളാന്റെ ഹബീബിനെ അന്ധമായി വിശ്വസിച്ചവർ തന്നെയാണ്. ആ വിശ്വാസത്തിൽ നിന്ന് കടുകുമണിയോളം ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ഒരു മുജാഹിദ് ഇബ്ലീസ് അടക്കം വന്നാലും കഴിയില്ല കേട്ടോ. വെറുതെ പറയല്ല. അതുകൊണ്ടാ മുജാഹിദീങ്ങൾ പറയുന്നത് ലോകത്ത് ആരെന്ത് പറഞ്ഞാലും ചോദ്യം ചെയ്യണം. ആരെന്ത് പറഞ്ഞാലും ചോദ്യം